നമസ്കാരം. ഏവർക്കും മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആറാമത്തെ യൂണിറ്റായ ഭാഷാശാസ്ത്രം, ഭാഷാ ചരിത്രം, വ്യാകരണം എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യ മാതൃകകൾ പരിചയപ്പെടും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഒപ്പം ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ച, ഷ, സ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ച, ഷ, സ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ഘോഷങ്ങൾ, ഊഷ്മാക്കൾ, മധ്യമങ്ങൾ, അധികരങ്ങൾ. ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? അല്ലെ, ഷായും ഷായും സായും ഈ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെ, ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? അത് ഊഷ്മാക്കളാണ്. ഊഷ്മാക്കൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ അക്ഷരങ്ങളാണ്. അല്ലെ, അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഘോഷങ്ങൾ ഘോഷങ്ങൾ ഘോഷങ്ങളിൽ ഉൾപ്പെടുന്ന നോക്കാം. ഘോഷങ്ങൾ ഘോഷങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് നോക്കാം. ഘോഷങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് നോക്കിയേ. ഖ, ഖ, ഢ, ധ, ഭ. ഇത്രയുമാണ് ഘോഷങ്ങൾ. ഇനി ഊഷ്മാക്കളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയായിരുന്നു നമ്മൾ ഇവിടെ പറഞ്ഞു. അല്ലെ, ഷായും ഷായും സായും ഊഷ്മാക്കളിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തത് മധ്യമങ്ങൾ ഏതൊക്കെയാണ് മധ്യമങ്ങൾ? യ, ര, ല, വ. യ, ര, ല, വ. അല്ലെ, ഇനി ഘോഷി അത് ഏതാണെന്ന് നോക്കാം. അത് ഹ എന്നുള്ള അക്ഷരമാണ്. ഹ, ഹ. ഇനി ദ്രാവിഡ മധ്യമം ദ്രാവിഡ മധ്യമം ഏതൊക്കെയാണ് ദ്രാവിഡ മധ്യമം? ള, ഴ, റ. ദ്രാവിഡ മധ്യമങ്ങളാണ്. അടുത്തത് അധികരങ്ങൾ ഏതൊക്കെയാണ് അധികരങ്ങൾ? ഖ വരുന്നുണ്ട്, ഛ വരുന്നുണ്ട്, ഖ വരുന്നുണ്ട്, ഖ, മറ്റൊന്ന് ഭ. ഇതൊക്കെ അധികരങ്ങളായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അക്ഷരങ്ങളുടെ വിഭാഗങ്ങളും അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം പ്രസിദ്ധീകരിച്ച വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഏതൊക്കെ വർഷങ്ങളാണ് നമുക്ക് നോക്കാം. ഏതൊക്കെ വർഷങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്? ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ള വർഷങ്ങൾ നോക്കാം. 1885, 1881, 1889, 1981. അപ്പോൾ പി ഗോവിന്ദപിള്ളയുടെ ഭാഷാ ചരിത്രം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? അത് ഏത് വർഷമാണ്? അത് 1881 ആണ്. 1881 പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം പ്രസിദ്ധീകരിച്ച വർഷം. നോക്കാം. മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം പി ശങ്കരൻ നമ്പ്യാരുടെ മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം പി ശങ്കരൻ നമ്പ്യാർ ഏതാ വർഷം? 1922. എന്താണ് പുസ്തകത്തിന്റെ പേര്? മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം. അടുത്തത് ആർ നാരായണ പണിക്കരുടെ കേരള ഭാഷാ സാഹിത്യ ചരിത്രം. ആർ നാരായണ പണിക്കർ. എത്രയാണ് വർഷം? 1927 ആണ്. അടുത്തത് നോക്കാം. ഭാഷാ സാഹിത്യ ചരിത്രം ആരുടേതാണ് ഭാഷാ സാഹിത്യ ചരിത്രം? ആറ്റൂരിൻ്റെതാണ്. അല്ലെ, ആറ്റൂർ. വർഷം എത്രയാണ്? 1936 ആണ് വർഷം.
അടുത്തത് കേരള സാഹിത്യ ചരിത്രം. കേരള സാഹിത്യ ചരിത്രം ആരുടേതാണ്? കേരള സാഹിത്യ ചരിത്രം അത് ഉള്ളൂരിൻ്റെതാണ്. ഉള്ളൂരിൻ്റെതാണ് അല്ലെ? ഉള്ളൂരിൻ്റെതാണ് കേരള സാഹിത്യ ചരിത്രം. കേരള സാഹിത്യ ചരിത്രം വർഷം 1953. 1953. ഓക്കെ, ഇത്രയും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് സംക്രമണ ഘട്ടം എന്ന സങ്കല്പനം അവതരിപ്പിച്ചത് ആര്? ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് സംക്രമണ ഘട്ടം എന്ന സങ്കല്പനം അവതരിപ്പിച്ചത് ആര്? അല്ലെങ്കിൽ ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് സംക്രമണവാദം, സംക്രമണവാദം എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, സംക്രമണവാദം എന്നുള്ളത് നമുക്ക് എഴുതാം. സംക്രമണവാദം, സംക്രമണവാദം, സംക്രമണവാദം എന്ന്, സംക്രമണവാദം എന്ന്, അല്ലെങ്കിൽ സംക്രമണവാദം അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ്. സംക്രമണവാദം അവതരിപ്പിച്ചത് ആരാണ്? ആരാണ്? CL ആന്റണിയാണ്. CL ആന്റണി. ആറ്റൂരാണോ പി ഗോവിന്ദപിള്ള ഒന്നുമല്ല അല്ലെ, ആർ നാരായണ പണിക്കരൊന്നുമല്ല, CL ആന്റണിയാണ്. CL ആന്റണി. CL ആന്റണിയാണ്. ഓക്കെ, സംക്രമണവാദം അവതരിപ്പിച്ചത്, ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് സംക്രമണവാദം അവതരിപ്പിച്ചത് ആരായിരുന്നു? CL ആന്റണി. CL ആന്റണി. ഭാഷോൽപത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ പണ്ഡിതന്മാരുടെ ഘട്ട വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഘട്ട വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കതൊന്ന് പരിചയപ്പെട്ടു പോകാം. ഘട്ട വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഘട്ട വിഭജനം, ഘട്ട വിഭജനം. ഓക്കെ, ഘട്ട വിഭജനങ്ങളാണ് നോക്കുന്നത്. ഘട്ട വിഭജനം. പി ഗോവിന്ദപിള്ളയുടെ അഭിപ്രായത്തിൽ, പി ഗോവിന്ദപിള്ളയുടെ അഭിപ്രായത്തിൽ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. മൂന്നായിട്ട്. ഒന്ന് ആദി മലയാളം, ആദി മലയാളം, ആദി മലയാളം. അടുത്തത് മധ്യ മലയാളം, മധ്യ മലയാളം. അടുത്തത് നവീന മലയാളം, നവീന മലയാളം. ഇത് പി ഗോവിന്ദപിള്ളയുടെ അഭിപ്രായമാണ്. ഇനി ആർ നാരായണ പണിക്കർ പറയുന്നത്, ആർ നാരായണ പണിക്കരുടെ അഭിപ്രായത്തിൽ അതിപ്രാചീന കാലം, അതിപ്രാചീന കാലം, ദ്രാവിഡ പ്രഭാവകാലം, സംസ്കൃത പ്രഭാവകാലം, ആധുനിക കാലം. അങ്ങനെ ആർ നാരായണ പണിക്കർ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘട്ട വിഭജനം നടത്തിയിട്ടുള്ളത് നാലായിട്ട് തിരിച്ചിരിക്കുന്നു. നാലായിട്ട്. അതിപ്രാചീന കാലം, ദ്രാവിഡ പ്രഭാവകാലം, സംസ്കൃത പ്രഭാവകാലം, ആധുനിക കാലം. അങ്ങനെ നാലായിട്ട് തിരിച്ചിരിക്കുന്നു. അടുത്തത് ഗോദവർമ്മ, ഗോദവർമ്മ, ഗോദവർമ്മ തിരിച്ചിരിക്കുന്നത് നോക്കാം. ഗോദവർമ്മ തിരിച്ചിരിക്കുന്നത് നോക്കാം. അദ്ദേഹം രണ്ടായിട്ടാണ് ഭാഷയെ തിരിച്ചിട്ടുള്ളത്. പ്രാചീന ഘട്ടം, അർവാചീന ഘട്ടം. പ്രാചീന ഘട്ടം, പ്രാചീനവും പ്രാചീന ഘട്ടമായിട്ടും തിരിച്ചിരിക്കുന്നു. മറ്റൊന്ന് അർവാചീന ഘട്ടം, അർവാചീന ഘട്ടം എന്ന് പറയും. ഇനി വടക്കൻകൂർ, വടക്കൻകൂർ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത് നോക്കാം. വടക്കൻകൂർ, വടക്കൻകൂർ ആദ്യഘട്ടം, ആദ്യകാലം, ആദ്യകാലം, ആദ്യകാലം എന്നുള്ളത്. അടുത്തത് മധ്യകാലം എന്നുള്ളത്. അടുത്തത് ആധുനികാനത കാലം എന്നുള്ളത്, ആധുനികാനന്ദ കാലം. ഓക്കെ, വടക്കൻകൂർ അധുനാതന കാലം എന്നുള്ളതാണ്. സോറി, അധുനാതന കാലം എന്നുള്ളതാണ്. അധുനാതന കാലം. അധുനാനത കാലം എന്നുള്ളതാണ് കേട്ടോ. അത് വടക്കൻകൂർ അങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. CL ആന്റണി എങ്ങനെയായിരുന്നു തിരിച്ചത്? CL ആന്റണി, CL ആന്റണി തിരിച്ചിട്ടുള്ളത് പരതന്ത്ര ഘട്ടം, പരതന്ത്ര ഘട്ടം, പരതന്ത്ര ഘട്ടം, പരതന്ത്ര ഘട്ടം, സംക്രമണ ഘട്ടം, സംക്രമണ ഘട്ടം, സംക്രമണ ഘട്ടം. ഒന്ന് സ്വതന്ത്ര ഘട്ടം, സ്വതന്ത്ര ഘട്ടം. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം. ബഹുവ്രീഹി, ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം. ഓപ്ഷൻസ് നോക്കാം. മഞ്ഞുതൊപ്പി, മുപ്പാര്, അടിമലർ, താമരക്കണ്ണൻ. ഏതാണ് ഇതിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ബഹുവ്രീഹി സമാസം ഏതാണ്? അത് താമരക്കണ്ണനാണ് അല്ലെ? താമരക്കണ്ണനാണ്. താമരക്കണ്ണനാണ് ശരിയായ ഉത്തരം.
താമരക്കണ്ണനാണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്കറിയാം വിഭക്തി പ്രത്യയം ചേരാതെയുള്ള പദപ്രയോഗമാണ് സമാസം എന്ന് പറയുന്നത്. സമാസം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയം ചേരാതെയുള്ള പദപ്രയോഗത്തെ സമാസം എന്ന് പറയുന്നു. ഘടകപദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ച് സമാസങ്ങളെ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്നു. സമാസത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഘടകപദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ച് സമാസങ്ങളെ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്നു. തൽപുരുഷൻ, അല്ലെ. ഒന്ന് തൽപുരുഷൻ, ബഹുവ്രീഹി. രണ്ട് ബഹുവ്രീഹി എന്നുള്ളതാണ്. മൂന്ന് ധുന്ധ്വൻ. അല്ലെ, അങ്ങനെ മൂന്നായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നിലധികം പദങ്ങൾ ചേർന്ന് ഒരു പദം ഉണ്ടാകുമ്പോൾ മൂലപദങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത്. ബഹുവ്രീഹി എന്ന് പറയുന്നത് അതായത് മൂലപദങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമാസത്തെ ബഹുവ്രീഹി എന്ന് പറയുന്നു. പൂർവപദത്തിനോ ഉത്തരപദത്തിനോ പ്രാധാന്യം ഇല്ലാത്ത സമാസം കൂടിയാണിത് അല്ലെ. ഓക്കെ, ബഹുവ്രീഹി എന്ന് പറയുന്നത് പൂർവപദത്തിനോ ഉത്തരപദത്തിനോ പ്രാധാന്യമില്ലാത്ത സമാസം കൂടിയാണ്. ഏത്? ബഹുവ്രീഹി എന്ന് പറയുന്നത് അല്ലെ. ബഹുവ്രീഹി എന്ന് പറയുന്നത് പൂർവപദത്തിനോ ഉത്തരപദത്തിനോ ഒന്നും എന്തുണ്ടായിരിക്കില്ല, പ്രാധാന്യം ഉണ്ടായിരിക്കില്ല അല്ലെ. ബഹുവ്രീഹി എന്ന് പറയുന്ന സമാസത്തിന് പ്രത്യേകതയാണ്, അതിന്റെ പ്രത്യേകതയാണ്. അടുത്ത ചോദ്യം നോക്കാം. മലരടി ഏത് സമാസം? മലരടി എന്നത് ഏത് സമാസമാണ്? മലരടി ഏത് സമാസമാണ്? വ്യാകരണവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. മലരടി എന്ന് പറയുന്നത് ഏത് സമാസം? അവയീഭാവ സമാസം, ദ്വന്ദ്വ സമാസം, ഉപമിത സമാസം, കർമ്മധാരയ സമാസം. ഏതാണ്? ഏത് സമാസമാണ് അത്? ഉപമിത സമാസമാണ്. എന്താണ് ഉപമിത സമാസം എന്ന് പറയുന്നത്? വിശേഷണ വിശേഷ്യങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം സദൃശ്യമാണെങ്കിൽ അത് ഉപമിത സമാസം എന്ന് പറയുന്നു. എന്താണ് ഉപമിത സമാസം എന്ന് പറയുന്നത്? വിശേഷണ വിശേഷ്യങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം സദൃശ്യമാണെങ്കിൽ മലരടി അല്ലെ. മലരാകുന്ന അല്ലെ പാദത്തെയൊക്കെയാണ് നമ്മൾ ആ നിലയിൽ പറയുന്നത് മലരടി എന്നുള്ള പ്രയോഗം. അപ്പോൾ വിശേഷണ വിശേഷ്യങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം സദൃശ്യമാണെങ്കിൽ ഉപമിത സമാസം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. വിഭക്തി, ലിംഗം, വചനം, കാലം, പ്രകാരം എന്നിവയെ സൂചിപ്പിക്കുന്ന രൂപിമങ്ങൾ നാമങ്ങളോടോ ക്രിയകളോടോ ചേർന്ന് മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അത്തരം രൂപിമങ്ങൾക്ക് പറയുന്ന പേര്? വിഭക്തി, ലിംഗം, വചനം, കാലം, പ്രകാരം എന്നിവയെ സൂചിപ്പിക്കുന്ന രൂപിമങ്ങൾ നാമങ്ങളോടോ ക്രിയകളോടോ ചേർന്ന് മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ഇത്തരം രൂപിമങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അല്ലെ. ഉപരൂപം, ഉപരൂപിമം, ബദ്ധരൂപിമം, സ്വതന്ത്ര രൂപിമം. ഏതാണ്? ഉപരൂപിമമാണോ ബദ്ധരൂപിമമാണോ സ്വതന്ത്ര രൂപിമമാണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അത് ബദ്ധരൂപിമമാണ്. ബദ്ധരൂപിമമാണ്. എന്താണ് രൂപിമം എന്ന് പറയുന്നത്? നമുക്ക് രൂപിമം എന്താണെന്ന് നോക്കാം. രൂപിമം എന്താണെന്ന് നോക്കാം. വ്യതിരിക്ത അർത്ഥവും വ്യതിരിക്ത രൂപവുമുള്ള ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് രൂപിമം. വ്യതിരിക്ത അർത്ഥവും വ്യതിരിക്ത രൂപവുമുള്ള ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകത്തെയാണ് രൂപിമം എന്ന് പറയുന്നത്. രൂപിമങ്ങളെ സ്വതന്ത്രം, ആശ്രിതം എന്നിങ്ങനെ തിരിക്കാം. സ്വതന്ത്രമെന്നും ആശ്രിതം എന്നിങ്ങനെയും തിരിക്കാം. അല്ലെ. ഒരു വാക്യത്തിൽ സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന രൂപിമങ്ങളെ സ്വതന്ത്ര രൂപിമങ്ങൾ എന്ന് പറയുന്നു. എന്താണ് സ്വതന്ത്ര രൂപിമം? ഒരു വാക്യത്തിൽ സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന രൂപിമങ്ങളെ സ്വതന്ത്ര രൂപിമങ്ങൾ എന്ന് പറയുന്നു. അല്ലെ. സ്വതന്ത്ര രൂപിമം എന്ന് പറയുന്നു. തല, മല, കല, തടി,
വീട്, ആന തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ വാക്യത്തിൽ ല്ലേ തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ വാക്യത്തിൽ സ്വതന്ത്രമായി ഉപയോഗിക്കാം. എന്നാൽ വിഭക്തി, ലിംഗം, വചനം, കാലം, പ്രകാരം ഇവയെ സൂചിപ്പിക്കുന്ന രൂപിമങ്ങൾ നാമത്തോടോ ക്രിയയോടോ ചേർത്ത് മാത്രമേ വരികയുള്ളൂ. അതിനാലാണ് ഇതിനെ ആശ്രിത രൂപിമങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? ആശ്രിത രൂപിമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന കൃതി രചിച്ചത് ആരാണ്? LV രാമസ്വാമി അയ്യർ, ശേഷഗിരി പ്രഭു, കാൾഡ്വൽ, കെ വാസുദേവൻ മൂസർ. ആരാണ് ഗ്രാമർ ഇൻ ലീലാതിലകം? ഗ്രാമർ ഇൻ ലീലാതിലകം അല്ലെ? ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന കൃതി രചിച്ചത് ആരാണ്? ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന കൃതി രചിച്ചത് ആരാണ്? ആരാണ് അത്? LV രാമസ്വാമി അയ്യറാണ്. LV രാമസ്വാമി അയ്യറാണ് ഏത് ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന കൃതി രചിച്ചിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പോയി എന്ന പദം അനുപ്രയോഗമായ വാക്യം ഏതാണ്? പോയി, പോയി, പോയി അല്ലെ? പോയി എന്ന പദം അനുപ്രയോഗമായ വാക്യം ഏതാണ്? നോക്കാം. 2 കൊല്ലം മുൻപ് ഉമ്മ പോയി. പോലീസിനെ കണ്ടപ്പോൾ അയാൾ വിറച്ചുപോയി. അയാൾ അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോയി. രാജാവിനോട് പോയി പറഞ്ഞു അല്ലെ? അപ്പോൾ ഇതിൽ പോയി എന്ന് പറയുന്നത് അനുപ്രയോഗം. അനുപ്രയോഗം എന്താണ് അനുപ്രയോഗം എന്ന് പറയുമ്പോൾ? ഒരു പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കാൻ വേണ്ടി പിന്നാലെ ചേർക്കുന്ന ക്രിയയാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലെ? അപ്പോൾ അല്ലാതെ പോയി എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഉമ്മ പോയി, അത് ഉമ്മ പോയി എന്നുള്ളതാണ് അല്ലെ? അവിടെ അർത്ഥം പരിഷ്കരിക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. അയാൾ അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോയി അല്ലെ? അയാൾ നാട്ടിലേക്കാണ് പോയത്. അയാൾ അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്കാണ് പോയത്. 2 കൊല്ലം മുമ്പാണ് ഉമ്മ പോയത്. അവിടെ രാജാവിനോട് പോയി പറഞ്ഞു അല്ലെ? രാജാവിനോട് പോയി പറയുകയാണ് ചെയ്തത്. പക്ഷേ പോലീസിനെ കണ്ടപ്പോൾ അയാൾ വിറച്ചുപോയി. അയാൾ വിറച്ചുപോയി അല്ലെ? വിറച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അയാൾ വിറച്ചുപോയി. അയാൾ വിറച്ചിട്ട് എവിടെയെങ്കിലും പോയതാണോ? അല്ല. പക്ഷെ അവിടെ ഒരു പ്രധാന ക്രിയയ്ക്ക് അർത്ഥം പരിഷ്കരിക്കുവാൻ വേണ്ടി പിന്നാലെ ചേർത്ത് പറയുന്ന പദം എന്നുള്ള നിലയിൽ അനുപ്രയോഗമായിട്ടുള്ള വാക്യം ഏതാണ് ഇതില്? അത് ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ്. സോറി, ഇതല്ല, സി അല്ല, ഓപ്ഷൻ ബി ആണ് അല്ലെ? ബി ആണ്. സോറി, അത് തെറ്റിപ്പോയതാണ് കേട്ടോ. പോലീസിനെ കണ്ടപ്പോൾ അയാൾ വിറച്ചുപോയി. ഇതാണ് ശരിയായിട്ടുള്ളത്. പോലീസിനെ കണ്ടപ്പോൾ അയാൾ വിറച്ചുപോയി എന്നുള്ളതാണ് അല്ലെ? അയാൾ വിറച്ചുപോയി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. വരും കാലം, വരും കാലം, വരും കാലം എന്ന രൂപം താഴെ കൊടുത്തിരിക്കുന്ന ഏത് കാരികയ്ക്ക് ഉദാഹരണമാണ്? വരും കാലം എന്ന രൂപം താഴെ കൊടുത്തിരിക്കുന്ന ഏത് കാരികയ്ക്ക് ഉദാഹരണമാണ് എന്നുള്ളതാണ് ചോദ്യം. മകാരം, താൻ അനുസ്വാരം, ഖരത്തിൽ മുൻപിലാദേശം. വർഗ്യങ്ങൾ പരമായി വന്നാൽ അതാതിന്റെ പഞ്ചമം വരും. ടാവുകൾക്കില്ലതത്രേ അതിപ്രസരമെന്നത്. പ്രത്യയ സ്വരമേൽക്കുമ്പോൾ ഇരട്ടിച്ച തകാരമാകാം. പ്രത്യയ സ്വരമേൽക്കുമ്പോൾ ഇരട്ടിച്ച തകാരമാകാം എന്ന് പറയുന്നത്. അപ്പോൾ വരും കാലം എന്ന രൂപം താഴെ കൊടുത്തിരിക്കുന്ന ഏത് കാരികയ്ക്കാണ് ഉദാഹരണം? ഏത് കാരികയ്ക്കാണ് ഉദാഹരണം? അത് ഏത് കാരികയാണ്? വർഗ്യങ്ങൾ പരമായി വന്നാൽ അതാതിന്റെ പഞ്ചമം വരും. അതാതിന്റെ പഞ്ചമം വരും അല്ലെ? പഞ്ചമം വരും. നമുക്ക് അതിന് കുറച്ച് ഉദാഹരണം കൂടി നോക്കാം. ഉദാഹരണം കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അതെന്തായാലും ഒന്ന് പറഞ്ഞു പോകും. കേരള പാണിനീയത്തിൽ ആദേശ സന്ധി വരുന്നിടത്താണ് ഈ ഒരു കാരിക വരുന്നത്. ആദേശ സന്ധി വരുന്നിടത്താണ് ഈ ഒരു കാരിക വരുന്നത് എന്ന് ഓർക്കുക. ഏത് സന്ധിയാണ്? ആദേശ സന്ധി. ആദേശ സന്ധി വരുന്നിടത്താണ് ഈ ഒരു കാരിക വരുന്നത്. മകാര രൂപമായ അനുസ്വാരത്തിന് വർഗാക്ഷരങ്ങൾ പരമാകുമ്പോൾ പരം ഏത് വർഗത്തിൽ ചേരുന്നതോ ആ വർഗത്തിലെ 5ാം അക്ഷരം ആദേശമായി വരും. ഞാൻ അതിന്റെ ഉദാഹരണം കൂടി പറയാം, എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. വരും കാലം, വരും, വരും അധികം കാലം, വരും അധികം കാലം. എന്താണ്? വരും കാലം അല്ലെ? വരും കാലം, വരും കാലം. ഇതിന്റെ 5ാമത്തെ അക്ഷരം അല്ലെ?
അഞ്ചാമത്തെ അക്ഷരം എന്നുള്ളതാണ്. കായുടെ വരും കാലം, ഇതിന്റെ കായുടെ അഞ്ചാമത്തെ അക്ഷരം ങായാണ് അല്ലെ. അപ്പോൾ വരും കാലം എന്നുള്ളത് വരും കാലമായി മാറുന്നു. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ചന്തം അധികം ചേർന്ന, ചന്തം അധികം ചേർന്ന എന്നുള്ളതാണ്. ചന്തം ചേർന്ന, ചന്തം ചേർന്ന, ചന്തം ചേർന്ന എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ചന്തം ചേർന്ന, ചായയുടെ ഇവിടെ ചായ അല്ലേ വരുന്നത്, അതിന്റെ അഞ്ചാമത്തെ പഞ്ച അക്ഷരം വരുന്നത് അല്ലെ. അഞ്ചാമത്തെ അക്ഷരം വരുന്നത് ഏതാണ്? ഞായാണ്. അപ്പോൾ ഞായും ചായയും കൂടെ ചേരുമ്പോൾ ഇഞ്ചായാവുന്നുണ്ട് അല്ലെ. ഞായും ചായയും ഇഞ്ചായാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചന്തം ചേർന്ന എന്നുള്ളതായി മാറുന്നു. ചന്തം ചേർന്ന എന്നുള്ളതായി മാറുന്നു. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം ഏതാണ്? അധ്യാപകർ, പത്രാധിപർ, മിടുക്കർ, ഉദ്യോഗാർത്ഥികൾ. എന്താണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? നമ്മളത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും അല്ലെ. എന്താണ് പൂജക ബഹുവചനം? അത് രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമായ വചനരൂപമാണ് പൂജക ബഹുവചനം എന്നുള്ളത്. എന്താണ്? രൂപം കൊണ്ട് നമുക്ക് ബഹുവചനമാണെന്ന് തോന്നാം. ഇതൊക്കെ വായിക്കുമ്പോൾ ഇപ്പൊ അധ്യാപകർ, പത്രാധിപർ, മിടുക്കർ, ഉദ്യോഗാർത്ഥികൾ, ഇത് രൂപം കൊണ്ട് നമുക്ക് ബഹുവചനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷേ ബഹുമാന സൂചകമായി ഭാഷയിൽ ഏകവചനത്തോടൊപ്പം ബഹുവചനമായിട്ടുള്ള അർ, കൾ, അതായത് അർ അല്ലെങ്കിൽ കൾ, ഇവയൊക്കെ ചേർക്കുമ്പോഴാണ് എന്ത് പൂജക ബഹുവചനം എന്നുള്ളത് വരുന്നത്. ഓക്കെ. അപ്പോൾ അത് ആ നിലയിൽ നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഉത്തരം കൂടി കണ്ടെത്താം അല്ലെ. അധ്യാപകർ, അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും അർത്ഥം കൊണ്ട് ഏകവചന രൂപമാണ് അല്ലെ. ഏകവചന രൂപമാണ് പൂജക ബഹുവചനം എന്നുള്ളത്. അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലെ. അധ്യാപകർ, അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒട്ടനവധിയായിട്ടുള്ള ആളുകളുണ്ട്. പത്രാധിപർ, പത്രാധിപർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകളെ നമ്മൾ പത്രാധിപർ എന്ന് പറയാറുണ്ട്. ഒരാളെയും നമ്മൾ പത്രാധിപർ എന്നാണ് പറയുന്നത് അല്ലെ. പത്രാധിപർ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഉത്തരം പത്രാധിപറാണ്. മിടുക്കർ, അവിടെ എല്ലാവരും ഉണ്ടാകാം അല്ലെ. ഒന്നിലധികം ആളുകൾ ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾ, മുഴുവൻ ആളുകളെയും പറയുന്നതാണ് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം പത്രാധിപരാണ്. അപ്പോൾ നമുക്ക് പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം കൂടി ഒന്ന് നോക്കി പോകാം. പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം കൂടി ഒന്ന് നോക്കി പോകാം. ഏതൊക്കെയാണ് അതിന്റെ ഉദാഹരണം? ഏതൊക്കെയാണെന്ന് നോക്കിയേ. വൈദ്യർ, വൈദ്യർ, അല്ലെങ്കിൽ സ്വാമികൾ, 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 സ്വാമികൾ. അടുത്ത നോക്കാം, ഏതാണ്? ഭാഗവതർ, ഭാഗവതർ. മറ്റൊരു ഉദാഹരണം നോക്കാം, പത്രാധിപർ, പത്രാധിപർ അല്ലെ. ഇതൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. പിന്നെ പണിക്കർ വരുന്നുണ്ട്, പണിക്കറുണ്ട്, ഭീഷ്മർ ഉണ്ട്, ഭീഷ്മർ. ലാസ്റ്റ് വൺ നമുക്ക് ശങ്കരാചാര്യർ, ശങ്കരാചാര്യരും വരുന്നുണ്ട്. അപ്പോൾ പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, സ്വനിമ വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചത്, സ്വനിമ വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചത് EVN നമ്പൂതിരി, പ്രബോധ ചന്ദ്രൻ നായർ, KM പ്രഭാകര വാര്യർ, K ഗോദവർമ്മ. ആരാണ് സ്വനിമ വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചത്? ആരാണ് സ്വനിമ വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചത്? മറ്റാരുമല്ല, അത് ഓപ്ഷൻ സി ആണ്, KM പ്രഭാകര വാര്യർ. KM പ്രഭാകര വാര്യറാണ്. നമുക്ക് കുറച്ച് ഭാഷാശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൂടി പരിചയപ്പെട്ടു പോകാം അല്ലെ. സ്വനിമ വിജ്ഞാനം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നു. നമുക്ക് കുറച്ച് ഭാഷാശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം.
EVN നമ്പൂതിരിയുടെ മറ്റ് പുസ്തകങ്ങളാണ് വാക്യഘടന. EVM നമ്പൂതിരിയുടെ പുസ്തകങ്ങളാണ് വാക്യഘടന. ഭാഷാശാസ്ത്ര പ്രവേശിക. ഓക്കെ, അത് ഞാൻ ഷോർട്ടാക്കി എഴുതിയത് കേട്ടോ. ഇനി പ്രബോധചന്ദ്രൻ നായരുടേതാണ് സ്വനവിജ്ഞാനം. പ്രബോധചന്ദ്രൻ നായരുടേതാണ് സ്വനവിജ്ഞാനം. എന്നുള്ളത് ഗോദവർമ്മയുടേതാണ്. ഏത് പുസ്തകമാണ് നോക്കാം. കേരള ഭാഷാ വിജ്ഞാനീയം. കേരള ഭാഷാ വിജ്ഞാനീയം. KM പ്രഭാകര വാര്യരുടെ പുസ്തകങ്ങൾ നോക്കാം. അത് കുറച്ചധികം ഉണ്ട് കേട്ടോ. ആധുനിക ഭാഷാശാസ്ത്രം. ഞാനെല്ലാം എഴുതുന്നില്ല, എല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. ഇനി ഭാഷാശാസ്ത്ര വിവേകം, പൂർവ കേരള ഭാഷ, വ്യാകരണ സമീക്ഷ. ഇത്രയുമാണ് KM പ്രഭാകര വാര്യരുടെ ഗ്രന്ഥങ്ങളായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സംഖ്യാവിശേഷണം ചേർന്നാൽ പ്ലീബേ വേണ്ട ബഹുക്കുറി എന്ന വ്യവസ്ഥ പാലിക്കാത്തത് ഏത്? സംഖ്യാവിശേഷണം ചേർന്നാൽ പ്ലീബേ വേണ്ട ബഹുക്കുറി എന്ന വ്യവസ്ഥ പാലിക്കാത്തത് ഏതാണ്? 4 സ്ത്രീകൾ, 7 യുവാക്കൾ, 2 വീടുകൾ, 8 ദിക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ? എന്താണ് ഈ വ്യാകരണ പ്രകാരം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? വ്യാകരണ പ്രകാരം ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണമെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണമെന്ന് പറയുന്നു. സംഖ്യാവാചകമായ ഒരു വിശേഷണ പദം ഉള്ളയിടത്ത് നപുംസകലിംഗ ശബ്ദങ്ങളിൽ ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല. അപ്പോൾ നപുംസകലിംഗങ്ങളിൽ ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ 2 നപുംസകലിംഗമാണ് ഇതിനകത്ത്. നപുംസകലിംഗമാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഉത്തരം വരുന്നത് 2 വീടുകളാണ്. 2 വീടെന്ന് പറഞ്ഞാൽ മതി. 2 വീട് എന്ന് പറഞ്ഞാൽ മതി. 2 വീട് എന്ന് പറഞ്ഞാൽ മതി അല്ലെ? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. 1000 തേങ്ങ. 1000 തേങ്ങകൾ എന്ന് പറയണോ? വേണ്ട. 1000 തേങ്ങ. 1000 തേങ്ങ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 1000 തേങ്ങ എന്ന് സൂചിപ്പിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ 8 ദിക്ക് എന്ന് പറയുന്നുണ്ട് അല്ലെ? 8 ദിക്കും ശരിയായിട്ടുള്ള ഉത്തരമാണ്. 8 ദിക്ക്. ദിക്കുകൾ എന്നല്ലല്ലോ, 8 ദിക്ക് എന്നല്ല പറയുന്നത്. ഇതും ശരിയായിട്ടുള്ള ഉത്തരമാണ്. അതായത് ഇതിന് ഉത്തരം എന്നുള്ളതല്ല, ഇതിന് ഉദാഹരണമാണ്. അതായത് 1000 തേങ്ങകൾ പോലെ 8 ദിക്കും ശരിയായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഉത്തരം ഏതായിരുന്നു? നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 2 വീടുകളാണ്. 2 വീടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഉത്തരം 2 വീടുകളാണ്. അത് എഴുതി കുളമാക്കി അല്ലേ? ശരി, അടുത്ത ചോദ്യം നോക്കാം. വരുംകാലം ഏത് സന്ധിയാണ്? ഞാനത് സൂചിപ്പിച്ചിരുന്നു അല്ലെ? ഏത് സന്ധിയാണെന്ന് നമ്മുടെ നേരത്തെ വന്നൊരു ചോദ്യത്തിനകത്ത് വരുംകാലം ഏത് സന്ധിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകും. ഏതാണ്? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ഏതാണ് വരുംകാലം എന്നുള്ളത്? ഏത് സന്ധിയാണ്? അത് നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ വേഗം ഉത്തരം പറയാം. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എന്നുള്ളത് ഞാൻ ആ ഭാഗം നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അടുത്ത ചോദ്യം. കുളിക്കാൻ പോയി എന്നതിലെ കുളിക്കാൻ എന്ന പദം ഏത് വിനയച്ചത്തിൽ പെടുന്നു? മുൻവിനയച്ചം, പിൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. അപ്പോൾ കുളിക്കാൻ പോയി എന്നതിലെ കുളിക്കാൻ എന്ന പദം ഏത് വിനയച്ചത്തിലാണ് പെടുന്നത്?
പിൻവിനയച്ചത്തിലാണ് അല്ലെ? പിൻവിനയച്ചത്തിലാണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. പിൻവിനയച്ചം എന്ന് പറയുമ്പോൾ പൂർണ്ണക്രിയയ്ക്ക് പിമ്പ് നടക്കേണ്ട അപൂർണ്ണ ക്രിയയെയാണ് പിൻവിനയച്ചം എന്ന് പറയുന്നത്. പൂർണ്ണക്രിയയ്ക്ക് പിമ്പ് നടക്കേണ്ട അപൂർണ്ണ ക്രിയയാണ് പിൻവിനയച്ചം. ആൻ, ആണ്, അതായത് ആണ് ഇതിനുള്ള പ്രത്യയം. ആൻ അല്ലെ? കുളിക്കാൻ പോയി എന്നല്ലേ? അപ്പോൾ ആനാണ് ഇതിന്റെ പ്രത്യയം എന്ന് പറയുന്നത്. ധാതുവിനോട് നേരിട്ടോ ഭാവികാല രൂപത്തോടോ ആൻ പ്രത്യയം ചേർക്കാം. ഭാവിയോട് എന്താണ്? ധാതുവിനോട് നേരിട്ടോ ഭാവികാല രൂപത്തോടോ ആൻ പ്രത്യയം ചേർക്കാം എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ഒരു ഉദാഹരണം കൂടി നോക്കാം. പഠിക്കാൻ ഇരുന്നു. പഠിക്കാൻ ഇരുന്നു. നിങ്ങൾ പഠിക്കാൻ ഇരുന്നില്ലേ? പഠിക്കാൻ ഇരുന്നു. പഠിക്കാൻ ഇരുന്നു. മറ്റൊന്ന് നോക്കാം. കളിക്കാൻ പോയി. കളിക്കാൻ പോയി. കളിക്കാൻ പോയി. കളിക്കാൻ പോയി അല്ലെ? കളിക്കാൻ പോയി. വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. പാടാൻ പറഞ്ഞു. പാടാൻ പറഞ്ഞു. ഇത്രയുമാണ് അതിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. അർദ്ധാച്ച് എന്ന് പേരായിട്ടുള്ള ഈ വർണ്ണത്തെ ഒരു പ്രത്യേക സ്വരമായി പരിഗണിക്കണം എന്ന് സംവൃതോകാരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവിച്ചത് ആര്? അർദ്ധാച്ച് എന്ന പേരായിട്ടുള്ള ഈ വർണ്ണത്തെ, ഏത് വർണ്ണത്തെ? അർദ്ധാച്ച് എന്ന പേരായിട്ടുള്ള ഈ വർണ്ണത്തെ ഒരു പ്രത്യേക സ്വരമായി പരിഗണിക്കണമെന്ന് സംവൃതോകാരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവിച്ചത് ആരാണ്? ഗുണ്ടർട്ട്, ജോർജ് മാത്തൻ, കാഡ്വെൽ, CL ആന്റണി. ആരാണത്? അത് ജോർജ് മാത്തനാണ്. ജോർജ് മാത്തനാണ്. ജോർജ് മാത്തൻ. ഓക്കെ, ജോർജ് മാത്തനാണ്. അടുത്ത ഒരു ചോദ്യം നോക്കാം. വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിച്ചാൽ, വിശേഷണ പദങ്ങൾ, വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിച്ചാൽ യകാരം ആഗമമായി വരും. ഉത്തരപദാദിയിലെ ദൃഢത്തിനുള്ള ദിത്വം വരികയില്ല. വിശേഷണ വിശേഷ്യങ്ങൾ ചേർന്ന് സമാസിക്കുന്നതായതിനാൽ ദിത്വം വരില്ല. പരപദത്തിന്റെ ആദ്യത്തിലുള്ള ദൃഢവ്യഞ്ജനങ്ങൾ ഇരട്ടിക്കും. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? പരപദത്തിന്റെ ആദ്യത്തിലുള്ള ദൃഢവ്യഞ്ജനങ്ങൾ ഇരട്ടിക്കും. ഇതാണ് ശരിയായ ഉത്തരം. വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായിട്ട് സമാസിച്ചാൽ പരപദത്തിന്റെ ആദ്യത്തിലുള്ള ദൃഢവ്യഞ്ജനങ്ങൾ ഇരട്ടിക്കും. ദൃഢവ്യഞ്ജനങ്ങൾ ഇരട്ടിക്കും. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലെ? വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിച്ചാൽ ഇരട്ടിപ്പു ദൃഢം പരപദാധികം എന്നുള്ളതാണ് അല്ലെ? അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിശേഷവാചകമായിട്ടുള്ളത് പൂർവപദവും വിശേഷ്യവാചകം പരപദവുമായി സമാസിക്കുമ്പോൾ പരപദത്തിന്റെ ആദ്യത്തിലുള്ള ദൃഢവ്യഞ്ജനങ്ങൾ ഇരട്ടിക്കും. ഉദാഹരണം നോക്കാം. തല അധികം എട്ട്. തല അധികം എട്ട്. എന്താണ് നമ്മൾ എഴുതുന്നത്? തലക്കെട്ട്. തലക്കെട്ട്. നിങ്ങൾക്ക് ഈ ഉദാഹരണം കൂടി എഴുതുമ്പോൾ അത് മനസ്സിലാകും. അടുത്തത് താമര അധികം കുളം. താമര അധികം കുളം. എന്താണ് താമര അധികം കുളം? താമരക്കുളം അല്ലെ? താമര അധികം കുളം, താമരക്കുളം. അപ്പോൾ വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായിട്ട് സമാസിച്ചാൽ ഇരട്ടിപ്പു ദൃഢം പരപദാധികം അല്ലെ? പരപദാധികം എന്നാണ്. ഓക്കെ, അത് ക്ലിയർ ആയി തോന്നുന്നു. അടുത്ത ചോദ്യം നോക്കാം. എരി അധികം തീ. എരിതീ. ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കാത്തതിന് കാരണം എന്ത്? നമ്മളിപ്പോ ഇവിടെ ഇരട്ടിപ്പ് സംഭവിച്ചതിനെ പറ്റി സൂചിപ്പിച്ചു അല്ലെ? അപ്പോൾ എരി അധികം തീ, എരിതീ എന്നുള്ളതാണ്. ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കാത്തതിന് കാരണം എന്ത്? ഇരട്ടിപ്പ് സംഭവിക്കാത്തതിന് കാരണം എന്ത് എന്നുള്ളതാണ്. ഇരട്ടിപ്പ് സംഭവിക്കാത്തതിന് കാരണം എന്തുകൊണ്ടായിരിക്കാം? എരി കേവല ധാതുവായതുകൊണ്ട്, അലുപ്ത സമാസമായതുകൊണ്ട്, വിശേഷ്യങ്ങൾ ചേർന്ന് സമാസിക്കുന്നതല്ലാത്തതുകൊണ്ട്, രണ്ടും വിശേഷ്യമായതുകൊണ്ട്, ഏതായതുകൊണ്ടായിരിക്കും? അത് എരി കേവല ധാതുവായതുകൊണ്ടാണ് അല്ലെ? എരി കേവല ധാതുവായതുകൊണ്ടാണ് ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കാത്തത്. ഇരട്ടിപ്പ് സംഭവിക്കാത്തത്. എന്താണ്?
പൂർവപദത്തിലുള്ള ലിംഗവചന പ്രത്യയങ്ങൾക്ക് ലോപമില്ലാത്ത സമാസത്തിന് അലുപ്ത സമാസം എന്നു പേർ. അതിലും കേവല ധാതു തന്നെ പൂർവപദമായുള്ള സമാസത്തിലും ഇച്ചൊന്ന ഉത്തരപദാദിയിലെ ദൃഢത്തിനുള്ള ദിത്വം വരികയില്ല എന്നുള്ളതാണ്. അത് വരികയില്ല എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ഉദാഹരണം കൂടി ഒന്ന് നോക്കി പോകാം. അണ്ടർ അധികം കോൻ. അണ്ടർ അധികം കോൻ എന്താണ്? അണ്ടർ കോൻ. അണ്ടർ കോൻ എന്നുള്ളതാണ്. കട അധികം. കട അധികം കോൽ. കട അധികം കോൽ എന്താണ്? കടക്കോൽ അല്ലല്ലോ, കടകോൽ. കടകോൽ എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം കൂടി സൂചിപ്പിച്ചു പോയതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിഭക്തി പ്രത്യയങ്ങൾക്ക് പല മാതിരി മാറ്റം വരുത്തിയും ചില സന്ദർഭങ്ങളിൽ വിഭക്തി അർത്ഥം സൂചിപ്പിക്കാറുണ്ട്. അവയ്ക്ക് പറയുന്ന പേര് എന്ത്? അവയ്ക്ക് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ്. വിഭക്തി പ്രത്യയങ്ങൾക്ക് പലമാതിരി മാറ്റം വരുത്തിയും ചില സന്ദർഭങ്ങളിൽ വിഭക്തി അർത്ഥം സൂചിപ്പിക്കാറുണ്ട്. അവയ്ക്ക് പറയുന്ന പേരെന്താണ്? അവയ്ക്ക് പറയുന്ന പേരെന്താണ്? വിഭ വിഭക്ത്യാഭാസം, സംയോജിതക വിഭക്തി, ഉദ്ദേശിക വിഭക്തി, ആധാരിക വിഭക്തി. ഏതാണ്? വിഭക്ത്യാഭാസമാണോ, സംയോജിക വിഭക്തിയാണോ, ഉദ്ദേശിക വിഭക്തിയാണോ, ആധാരിക വിഭക്തിയാണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? ഏതാണത്? അത് വിഭക്ത്യാഭാസം. വിഭക്ത്യാഭാസമാണ്. അപ്പോൾ വിഭക്തി പ്രത്യയങ്ങൾക്ക് പല മാതിരി മാറ്റം വരുത്തിയും ചില സന്ദർഭങ്ങളിൽ വിഭക്തി അർത്ഥം സൂചിപ്പിക്കാറുണ്ട്. അവയ്ക്ക് പറയുന്ന പേര് വിഭക്ത്യാഭാസമാണ്. അടുത്ത ചോദ്യം. നാമങ്ങളിൽ നിന്നും ഭേദകങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് പറയുന്ന പേര്. നാമങ്ങളിൽ നിന്നും ഭേദകങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് പറയുന്ന പേര്. കൃതി, കൃത്ത്, വിഭക്തി, തദ്ധിതം. ഏതാണ്? നാമങ്ങളിൽ നിന്നും ഭേദകങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് പറയുന്ന പേര്. ഏതാണ് ആ പേര്? ആ പേര് തദ്ധിതം എന്നുള്ളതാണ്. തദ്ധിതം. തദ്ധിതമാണ്. എന്താണ് തദ്ധിതം? നാമങ്ങളിൽ നിന്നും ഭേദകങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദങ്ങളെ തദ്ധിതം എന്ന് പറയുന്നു. അല്ലെ? ഉദാഹരണം നോക്കാം. നമുക്ക് ഉദാഹരണം നോക്കാം. ദാശരഥി, ദശരഥൻ എന്ന നാമത്തിൽ നിന്നാണ് ദാശരഥി എന്ന നാമം ഉൽപ്പാദിപ്പിച്ചത്. ദാശരഥി ദശരഥൻ എന്ന നാമത്തിൽ നിന്നാണ് ദാശരഥി എന്ന നാമം ഉൽപ്പാദിപ്പിച്ചത്. നമുക്ക് തദ്ധിതങ്ങൾ എത്രയുണ്ടെന്ന് നോക്കാം. തദ്ധിതങ്ങൾ 5 വിധമുണ്ട്. 5 വിധം. എന്തൊക്കെയാണ്? ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ? ഏതൊക്കെയാണെന്ന് നോക്കാം. തദ്ധിതങ്ങൾ 5 വിധമുണ്ട്. ഏതൊക്കെയാണ്? തന്മാത്രാ തദ്ധിതം. തന്മാത്രാ തദ്ധിതം. രണ്ടാമത്തത് തദ്വത് തദ്ധിതം. തദ്വത് തദ്ധിതം. അടുത്തത് മൂന്നാമത്തത് നോക്കാം. നാമ നിർമായി തദ്ധിതം. നാമ നിർമായി തദ്ധിതം. അടുത്തത് പൂരണി തദ്ധിതം. പൂരണി തദ്ധിതം. അടുത്തത് ഏതാണ്? ദേശകാലാദി തദ്ധിതം. ദേശകാലാദി തദ്ധിതം. ഇങ്ങനെ തദ്ധിതങ്ങൾ എത്ര വിധമുണ്ട്? 5 വിധമുണ്ട് അല്ലെ? 5 വിധമുണ്ട്. 5 നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് 5 ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഭിന്ന സ്വനിമങ്ങൾ ഒരേ ശാബ്ദിക പരിസരത്ത് വരുമ്പോഴും അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ്. അതിന് പറയുന്ന പേരാണ്. എന്താണ് അതിന് പറയുന്ന പേര്? പൂരകബന്ധം, വ്യത്യയബന്ധം, സഹോച്ചാരണം, സ്വതന്ത്ര പരിവർത്തനം. അപ്പോൾ ഭിന്ന സ്വനിമങ്ങൾ ഒരേ ശാബ്ദിക പരിസരത്ത് വരുമ്പോഴും അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? എന്താണ് അതിന് പറയുന്ന പേര്? അതിന് പറയുന്ന പേര് സ്വതന്ത്ര പരിവർത്തനം എന്നുള്ളതാണ്. സ്വതന്ത്ര പരിവർത്തനം. സ്വതന്ത്ര പരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
പോവുക, പോകുക. ഇവിടുത്തെ ചോദ്യം നോക്കാം അല്ലെ. പോവുക, പോകുക. ഇവിടുത്തെ ഭാഷാ ശാസ്ത്ര തത്വം എന്താണ്? പോവുക, പോകുക അല്ലെ. പോവുകയെന്ന് നമ്മൾ പറയാറുണ്ട്, പോകുകയെന്നും പറയാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ഭാഷാശാസ്ത്ര തത്വം എന്താണ്? ഉപസ്വനം, വ്യത്യയം, ഉപരൂപം, സ്വതന്ത്ര പരിവർത്തനം. ഏതാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചതേ ഉള്ളൂ അല്ലെ. സ്വതന്ത്ര പരിവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സ്വതന്ത്ര പരിവർത്തനം. പോവുക എന്നുള്ളതും പോകുക എന്നുള്ളതും ഒരേ പ്രവൃത്തിയെ തന്നെ നമ്മൾ പറയുന്നതാണ് അല്ലെ. ഒരേ പ്രവൃത്തിയെ തന്നെ പറയുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം അറിയപ്പെടുന്നത്. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം അറിയപ്പെടുന്നത്. നമ്മുടെ ക്ലാസ്സിന്റെ ആദ്യം ഞാൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് സ്വനിമം അല്ലെ. നേരത്തെ സൂചിപ്പിച്ചിരുന്നു സ്വനിമം. സ്വനിമം എന്നുള്ളതാണ്. സ്വനിമം എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സ്വനിമിക സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതും പ്രവചനീയ സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുമായ സ്വനങ്ങളെയാണ് ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത്. ഉപസ്വനങ്ങൾ. ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത് ഒരേ സ്വനിമിക സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതും പ്രവചനീയ സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുമായ സ്വനങ്ങളെയാണ് ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത്. ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ രൂപിമം എന്താണ് എന്ന് നോക്കാം. അർത്ഥവിനിമയം സാധ്യമാക്കുന്ന ഏറ്റവും അടിസ്ഥാന ഏകകമാണ് രൂപിമം. അർത്ഥവിനിമയം സാധ്യമാകുന്ന ഏറ്റവും അടിസ്ഥാന ഏകകമാണ് രൂപിമം. രൂപം എന്താണെന്ന് കൂടി നോക്കാം അല്ലെ. രൂപം എന്താണ്? രൂപം രൂപം എന്ന് പറയുന്നത് വർണ്ണ സമൂഹത്തിന് അർത്ഥപ്രധാന ശേഷി ഇല്ലെങ്കിൽ അതാണ് രൂപം. വർണ്ണ സമൂഹത്തിന് അർത്ഥപ്രധാന ശേഷി ഇല്ലെങ്കിൽ അതാണ് രൂപം. അതാണ് രൂപം എന്ന് പറയുന്നത് അല്ലെ. അതാണ് രൂപം. ഇനി അടുത്ത ചോദ്യം. അർത്ഥഭേദത്തിന് സാധ്യതയില്ലാത്ത ഭാഷയിലെ അടിസ്ഥാന ശാബ്ദിക മാത്രയാണ് എന്ത്? സ്വനം, രൂപിമം, സ്വനിമം, രൂപം. അർത്ഥഭേദത്തിന് സാധ്യതയില്ലാത്ത ഭാഷയിലെ അടിസ്ഥാന ശാബ്ദിക മാത്രയാണ് എന്ത്? സ്വനം. സ്വനം അല്ലെ. സ്വനം എന്നുള്ളത്. അപ്പോൾ ഭാഷാ ശബ്ദങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സ്വനവിജ്ഞാനം എന്ന് പറയുന്നത്. സ്വനവിജ്ഞാനം. സ്വനവിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഭാഷാ ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് സ്വനവിജ്ഞാനം, ഫോണറ്റിക്സ് അല്ലെ. ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. അർത്ഥഭേദത്തിന് സാധ്യതയില്ലാത്ത ഭാഷയിലെ അടിസ്ഥാന ശാബ്ദിക മാത്രയാണ് സ്വനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. സ്വനങ്ങൾ നമ്മളിവിടെ സൂചിപ്പിച്ചു. സ്വനങ്ങൾ. സ്വനങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയ സ്വനങ്ങളുടെ ഉൽപാദനം ഉച്ചാരണ അവയവങ്ങളുടെ വൈചിത്ര്യത്തിലാണ് നടക്കുന്നത്. വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയ സ്വനങ്ങളുടെ ഉൽപാദനം ഉച്ചാരണ അവയവങ്ങളുടെ വൈചിത്രത്തിലാണ് നടക്കുന്നത് എന്ന് ഓർക്കുക. ഉച്ചാരണ ശബ്ദത്തെയാണ് സാങ്കേതികാർത്ഥത്തിൽ സ്വനം എന്ന് വിവക്ഷിക്കുന്നത്. സ്വനം എന്ന് അല്ലെ. സ്വനം എന്ന് വിവക്ഷിക്കുന്നത് എന്തിനെയാണ്? ഉച്ചാരണ ശബ്ദം. അതായത് ഉച്ചാരണ ശബ്ദത്തെയാണ് സാങ്കേതികാർത്ഥത്തിൽ സ്വനം എന്ന് വിവക്ഷിക്കുന്നത്. മൗഖികാവയവങ്ങൾ കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്നവയും അല്ലെ. മൗഖികാവയവങ്ങൾ കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്നവയും ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ട് കേൾക്കാൻ കഴിയുന്നവയുമായ എല്ലാ ഉച്ചാരണ ശബ്ദങ്ങളെയും സ്വനം എന്ന് പറയും. സ്വനം എന്ന് പറയും അല്ലെ. എന്താണ്? മൗഖികാവയവങ്ങൾ കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്നവയും ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ട് കേൾക്കാൻ കഴിയുന്നവയുമായ എല്ലാ ഉച്ചാരണ ശബ്ദങ്ങളെയും സ്വനം എന്ന് പറയുന്നു. സ്വനം എന്ന് പറയുന്നു. സ്വനങ്ങൾക്ക് അർത്ഥഭേദ നിർബന്ധമില്ല. സ്വനങ്ങൾക്ക് അർത്ഥഭേദ നിർബന്ധം ഇല്ല എന്നത് കൂടി ഓർക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുഴുവൻ യൂണിറ്റുകളും അല്ലെ 1 മുതൽ 6 വരെയുള്ള മുഴുവൻ യൂണിറ്റുകളും ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഒരു ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ തുടർന്നും മലയാള ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും.
നമ്മുടെ നെറ്റ് മലയാളം ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ കേട്ടറ്റിന്റെ ക്ലാസ്സും നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ മലയാള പഠിതാക്കളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. സെറ്റ് മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിനകത്ത് സെറ്റ് മലയാളം എന്നുള്ള ഭാഗം നോക്കുക. ഒപ്പം തന്നെ HSA HST മലയാളം ക്ലാസ്സും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൂടി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, എന്നാലും ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കാണുന്നത് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളെ അത് വളരെ ഉപകാരം ഉണ്ടാകും എന്നാണ്, പരീക്ഷയ്ക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ കൃത്യമായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏവർക്കും വിജയാശംസകൾ. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഒരിക്കൽ കൂടി മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു കോഴ്സുമായി വീണ്ടും കാണാം. നന്ദി.